അല്ലാസ് പ്ലാൻസ് ആർ ഓൾവേസ് ബെറ്റർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻസ് ആണ് നമ്മുടെ പ്ലാനിനെക്കാളും ബെറ്റർ. നമ്മുടെ പ്ലാനിനനുസരിച്ചേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധമൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് നമ്മളെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇതിപ്പം ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതല്ല എനിക്ക് വേണ്ടത്, ഇതല്ല എൻ്റെ ഒരു റൂട്ട്. ഹായ് എവ്രി വൺ, ഞാൻ ജാനിഫ നൗഫൽ, ഏഡിയൻ ടോക്സിലെ ഒരു ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ആണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈൻഡ് ഫോർ മമ്മ. നമ്മളൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലാസ് പ്ലാൻസ് ആർ ഓൾവേസ് ബെറ്റർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻസ് ആണ് നമ്മുടെ പ്ലാനിനെക്കാളും ബെറ്റർ എന്നൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണ നമ്മൾ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആ കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ആ എക്സ്പീരിയൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അത്രത്തോളം സറണ്ടേർഡ് ആയിരുന്നായിരിക്കും ആ സിറ്റുവേഷൻസിൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കാഞ്ഞപ്പോൾ പോലും, നമ്മുടെ പ്ലാൻസിനനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കാഞ്ഞപ്പോൾ പോലും നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നായിരിക്കാം, ഓക്കെ ബെറ്റർ പ്ലാൻസ് ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അത്രത്തോളം ന്യൂട്രലായി സറണ്ടേർഡായി നിന്നപ്പോഴായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലേ? സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യവും ആ രണ്ട് കാര്യം തന്നെയാണ്, ഹോൾഡിംഗ് ഓൺ ആൻഡ് സറണ്ടറൻസ്. നമ്മുടെ ലൈഫിൽ നാളത്തേക്കും ഒരു വർഷത്തിന് ശേഷം ഒക്കെ ഉള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്തിനോ വേണ്ടിയൊക്കെ നമ്മൾ ജീവിക്കുന്നത് പോലെ ആയിരിക്കും. ഗോൾ ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് ആളുകൾക്ക് മടുപ്പ് സംഭവിക്കുന്നത്, അല്ലേ? സോ നമ്മളും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ വർക്കൗട്ട് ആക്കി എടുക്കാം എന്നുള്ള പ്ലാൻ ഒക്കെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലാനിനനുസരിച്ചേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധമൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാൻസ് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഡിസ്റ്റർബ്ഡ് ആവും, അല്ലേ? കാരണം നമ്മുടെ പ്ലാൻസ് അല്ലല്ലോ വർക്കൗട്ട് ആവുന്നത്. സോ അങ്ങനൊന്നും നിർബന്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ലായിരിക്കും. ആ മൊമെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന തോട്ട് എന്താണ്? ഓ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്റെ പ്ലാൻസ് അനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഫുള്ള് ഫെയിൽ ആവുകയാണല്ലോ, എന്താ ഇങ്ങനെ, എന്താണ് കുഴപ്പം? അങ്ങനെ നമ്മൾ ചിലപ്പോൾ പല വ്യക്തികളെയും പല സാഹചര്യത്തെയൊക്കെ ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കും, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്ലാൻസ് ഫെയിൽ ആയാൽ മാത്രമല്ലേ ദൈവത്തിന് ബെറ്റർ പ്ലാൻസ് നമ്മളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നമ്മുടെ പ്ലാൻസ് ഫെയിൽ ആകുമ്പോൾ നമ്മൾ താങ്ക്ഫുൾ അല്ലെങ്കിൽ എങ്ങനെ ആ ബെറ്റർ പ്ലാൻസ് നമ്മളിലേക്ക് കൊണ്ടുവരും? സോ നമ്മൾ എത്ര നമ്മുടെ പ്ലാൻസ് ഫെയിൽ ആവുമ്പോഴും നമ്മൾ ന്യൂട്രലായി നിന്നുകൊണ്ട്, ഓക്കെ ബെറ്റർ പ്ലാൻസ് ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതെനിക്ക് തരാൻ പോവുകയാണെന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ബെറ്റർ പ്ലാൻസ് തരുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് നമ്മളെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സൃഷ്ടാവിന് നമ്മളെ കുറിച്ച് അറിയാം, അല്ലേ? സോ നമ്മുടെ സൃഷ്ടാവ് ദൈവം നോക്കുമ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്ലാൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഗോളിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻ നമ്മളെങ്ങാനും വർക്കൗട്ട് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിലുവറിലേക്ക് പോകുന്നതെന്ന് ദൈവത്തിന് ചിലപ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ബെറ്റർ പ്ലാൻസ് തരണമെങ്കിൽ നമ്മുടെ പ്ലാൻസ് ഡ്രോപ്പ് ഔട്ട് ആക്കണമല്ലോ. സോ നമ്മുടെ പ്ലാൻസ് ഇങ്ങനെ ഡ്രോപ്പ് ആവുമ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാത്ത എന്ന രീതിയിൽ ദൈവത്തിന്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് സങ്കടമായില്ലേ? സോ നമ്മൾ എന്താവണം, ഓക്കെ പടച്ചോനെ ഇതിപ്പം ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതല്ല എനിക്ക് വേണ്ടത്, ഇതല്ല എൻ്റെ ഒരു റൂട്ട്, അല്ലേ? എന്നാൽ എനിക്ക് ബെറ്റർ പ്ലാൻസ് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നാൽ മാത്രമല്ലേ നമുക്ക് എളുപ്പത്തിൽ അത് കിട്ടുള്ളൂ. സോ എപ്പോഴും ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ 2 മാസം കൂടെ ഉള്ളൂ എൻ്റെ പ്രോബ്ലംസ്, ഈ 2 മാസം കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസ് വർക്കൗട്ടായി ഞാൻ എന്താ രക്ഷപ്പെടാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ 1 മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല, ഇത് വീണ്ടും ഡിലേ ആവുന്നുണ്ട്, കാര്യങ്ങളൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴും നമ്മൾ ഭയങ്കര ന്യൂട്രൽ ആയി നിന്നുകൊണ്ട്, സറണ്ടേർഡ് ആയി നിന്നുകൊണ്ട് ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഷുവർലി ആ ട്രസ്റ്റ് നമുക്കുണ്ടെങ്കിൽ അല്ലാഹ് വിൽ ഗിവ് ബെറ്റർ പ്ലാൻ. ഷുവർ ആണ്, നമ്മൾ ഇരിക്കേണ്ട സ്റ്റേറ്റിൽ നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളെയും ദൈവത്തിനെയും മറ്റാളുകളെയും സാഹചര്യങ്ങളെയും ഒന്നും കുറ്റപ്പെടുത്താതെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ പലതും, അതായത് നമ്മുടെ പ്ലാൻസ് വർക്കൗട്ട് ആയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ കാര്യങ്ങൾ നടന്നതുകൊണ്ടാണല്ലോ അത് വർക്കൗട്ട് ആയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല, ദാറ്റ് മീൻസ് നടന്നില്ല, അത് പാസ്റ്റ് ആണ്, സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. സംഭവിച്ചു പോയ കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമുക്ക് ആ സംഭവിച്ചു പോയ കാര്യങ്ങളെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രസന്റിൽ ന്യൂട്രലായി നിന്നുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്താണ് പ്രേ ചെയ്യാം, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ട് ഹോപ്പ് ചെയ്യാം, അല്ല? ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും നമുക്ക് ആർക്കും പാസ്റ്റിനെ പോയി ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
പാസ്റ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമായിരുന്നു അത്. അല്ലാതെ അതിനെ നമുക്ക് തിരുത്തി എഴുതാനൊന്നും പറ്റില്ല. സോ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്ററായി ജീവിക്കാം. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ നിന്നുകൊണ്ട് ചെയ്യുക. ഒരിക്കലും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രസ്റ്റിൽ തന്നെ ആയിരിക്കണം. ഷുവർലി ഗോഡ് വിൽ ഗീവ് യു ബെറ്റർ പ്ലാൻ. അതിലാണെങ്കിൽ നമ്മൾ സറണ്ടേർഡ് ആണ്, നമുക്ക് ഓൾവേസ് ബെറ്റർ പ്ലാൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോയാലും എപ്പോഴും നമുക്കൊക്കെ ഈ ഒരു ബോധ്യത്തിൽ ഇരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.